പ്രതിപക്ഷം ഈ ബജറ്റിനോട് എങ്ങനെയാണ് പ്രതികരിച്ചതെന്നും നോക്കണം. അതിനൊപ്പം തന്നെ മറ്റൊരു പ്രഖ്യാപനം കൂടി ഉണ്ടല്ലോ. ഈ സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകുന്ന നിർണായകമായ പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്കാണ് സർക്കാരിന്റെ കൈത്താങ്ങ്. റോഡ് അപകടത്തിൽ പെടുന്നവർക്ക് ആദ്യ 5 ദിവസം പൂർണ്ണമായും സൗജന്യ ട്രോമ കെയർ അടക്കമുള്ള വിദഗ്ധ ചികിത്സയും സ്കൂൾ കുട്ടികൾക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷയും ബജറ്റിലെ ശ്രദ്ധേയ പ്രഖ്യാപനമാണ്. സർ, റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്കുള്ള ലൈഫ് സേവർ പദ്ധതി. സർ, സംസ്ഥാനത്ത് പ്രതിവർഷം 48,000 റോഡ് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇത്തരം അപകടങ്ങളിൽ പെടുന്നവർക്ക് സമയബന്ധിതമായി ചികിത്സ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകാറുണ്ട്. റോഡ് അപകടത്തിൽപ്പെട്ട് ചികിത്സ തേടുന്ന ആളുകൾക്ക് ആദ്യത്തെ 5 ദിവസം പണരഹിത ചികിത്സ നൽകുന്ന ഒരു പദ്ധതി സർക്കാർ പ്രഖ്യാപിക്കുകയാണ്. പദ്ധതിയുടെ കീഴിൽ രജിസ്റ്റർപ്പെട്ട സർക്കാർ ആശുപത്രികളിലും തെരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ഈ സൗകര്യം ഉണ്ടാവും. ഇതിനായി ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കും. ഈ പദ്ധതിക്കായി സർക്കാർ 15 കോടി രൂപ മാറ്റിവെക്കുന്നു. മനീഷ് മഹിപാൽ ചേരുന്നു. മനീഷ്, ഈ ഒരു പ്രഖ്യാപനം സാധാരണക്കാരായ ജനങ്ങൾക്ക് എത്രത്തോളം ആശ്രയമാണ്? ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ എന്താണ്? റോഷ്നി, ഇപ്പോൾ മന്ത്രി തന്നെ വ്യക്തമാക്കുന്നത് പ്രതിവർഷം 48,000 ആളുകളാണ് റോഡ് അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിലേക്ക് എത്തുന്നത്. പക്ഷേ സ്വകാര്യ ആശുപത്രികളിൽ മാത്രമാണ് ട്രോമ കെയർ അടക്കമുള്ള മികച്ച സംവിധാനങ്ങളുള്ളത്. ഈ ട്രോമ കെയർ അടക്കമുള്ള മെച്ചപ്പെട്ട വിദഗ്ധ ആരോഗ്യ സംവിധാനത്തിന് വേണ്ടി വലിയ രീതിയിലുള്ള തുകയാണ് സ്വകാര്യ ആശുപത്രികൾ ഈടാക്കുന്നത്. അങ്ങനെ ഇത്തരത്തിൽ ഗുരുതരാവസ്ഥയിൽപ്പെടുന്ന ആളുകൾക്ക് പലപ്പോഴും ജീവൻ നഷ്ടമാകുന്ന നിരത്തുകളിൽ ജീവൻ നഷ്ടമാകുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുന്നു. അങ്ങനെയുള്ള ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ഈ ബജറ്റിൽ ഇപ്പോഴിതാ പ്രതിവർഷം 15 കോടി രൂപ എന്ന രീതിയിലാണ് ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നത്. ആ പദ്ധതിയുടെ പേര് തന്നെ ലൈഫ് സേവർ പദ്ധതി എന്നാണ്. ഈ പദ്ധതിയിൽ സൗജന്യ ട്രോമ കെയർ അടക്കമുള്ള അതായത് റോഡ് അപകടങ്ങളിൽ വാഹന അപകടങ്ങളിൽ വലിയ രീതിയിൽ പരിക്ക് പറ്റുന്ന ട്രോമ കെയർ അടക്കമുള്ള വിദഗ്ധ ചികിത്സ ആദ്യത്തെ 5 ദിവസത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാർ ആശുപത്രികളിലും തെരഞ്ഞെടുക്കപ്പെടുന്ന സ്വകാര്യ ആശുപത്രികളിലും ഏർപ്പെടുത്തുന്നു. അങ്ങനെ ഈ ആളുകൾക്ക് 5 ദിവസത്തെ സൗജന്യമായ ചികിത്സ ഏർപ്പെടുത്തുന്നത് വലിയ രീതിയിൽ ജനങ്ങൾക്ക് ഗുണം ചെയ്യും. അതിന് പ്രതിവർഷം 15 കോടി അനുവദിക്കും. ഒപ്പം തന്നെ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ കുട്ടികൾക്ക് അവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ കൂടി ഏർപ്പെടുത്തുന്നു. അതിനും പ്രതിവർഷം 15 കോടി രൂപ ഏർപ്പെടുത്തുകയാണ്. അങ്ങനെ ആകെ ആരോഗ്യ മേഖലയിൽ ഒരു വർഷം അതായത് നിലവിൽ പദ്ധതി വിഹിതം 2,500 കോടി രൂപയാണ് ഈ ബജറ്റിൽ ആകെ വകയിരുത്തിയിട്ടുള്ളത്. അതിൽ മെഡിക്കൽ കോളേജുകളുടെ വികസനത്തിന് മാത്രമായി 260 കോടിയുണ്ട്. ഒപ്പം തന്നെ സർക്കാർ ജീവനക്കാർക്ക് കൂടി അവരുടെ നിലവിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിന്റെ പുതിയ അതായത് 2.0 മെഡിസെപ്പിന്റെ 2.0 കൂടി വരുന്നു. കൂടുതൽ വിപുലീകരിച്ചുകൊണ്ട് ആരോഗ്യ മേഖലയിൽ സർക്കാർ ജീവനക്കാർക്കുള്ള ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് പദ്ധതി കൂടി വലിയ രീതിയിലാക്കുകയാണ്, കാര്യക്ഷമമാക്കുകയാണ്. ഒപ്പം തന്നെ വിരമിച്ച സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയിട്ട് കൂടിയുള്ള പദ്ധതികൾ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവരുന്നു. അങ്ങനെ സംസ്ഥാനത്താകെ 2,500 കോടി രൂപയുടെ ഈ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ഈ വാഹന അപകടങ്ങളിൽ പെടുന്ന ആളുകൾക്ക് നിരത്തിൽ ജീവൻ നഷ്ടമാകാത്ത തരത്തിലേക്ക് അവർക്ക് വലിയ രീതിയിലുള്ള വിദഗ്ധ ചികിത്സ ഉടൻ തന്നെ ഉറപ്പാക്കുന്ന തരത്തിൽ ഈ ആശുപത്രികളിൽ ഈ ട്രോമ കെയർ അടക്കമുള്ള വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നു എന്നതാണ്. പക്ഷേ അതിന് പ്രതിവർഷം 15 കോടി രൂപ ആണ് നീക്കി വെച്ചിട്ടുള്ളത്. അത് തികയാതെ വന്നാൽ അത്തരം കാര്യങ്ങൾ എന്തൊക്കെ സംവിധാനങ്ങൾ ഒരുക്കുമെന്നത് നമുക്ക് നോക്കി കാണേണ്ടതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു രീതി ഇതാദ്യമായിട്ടാണ് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തുന്നത്. കാരണം പലപ്പോഴും പല ആശുപത്രികളിലും ട്രോമ കെയർ അടക്കമുള്ള ചികിത്സ ഇല്ല. അങ്ങനെയെങ്കിൽ എവിടെയൊക്കെ അത്തരത്തിലുള്ള ട്രോമ കെയർ അടക്കമുള്ള ചികിത്സ സ്വകാര്യ മേഖലയിലല്ലാതെ സർക്കാർ ആശുപത്രികളിൽ കൊണ്ടുവരും എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത കൂടി വരാനുണ്ട്. എന്താണെങ്കിലും പൊതുജന ആരോഗ്യ രംഗത്ത് വലിയ രീതിയിലുള്ള കുതിപ്പേകുന്ന സർക്കാർ വാഹന അപകടത്തിൽ പരിക്കേൽക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ നടത്തിയത്. മനീഷ് മഹിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.